ഡയബറ്റീസ് തുടക്കം ഒരു മാരക രോഗമാണെന്ന് തോന്നിയില്ലെങ്കിലും ഒരു 10 വർഷത്തിന് ശേഷം അവൻ്റെ യഥാർത്ഥ രൂപം കണ്ടു തുടങ്ങും. കണ്ണിന് പ്രശ്നങ്ങളുണ്ടാകാം, അതുപോലെ തന്നെ ഹൃദയത്തിനും കിഡ്നിക്ക് ഇതിന് ന്യൂറോപ്പതി പോലും സംഭവിച്ചേക്കാം. അപ്പോൾ കൃത്യമായിട്ട് രോഗിയുടെ ജീവിതശൈലിയിലുള്ള മാറ്റവും അതുപോലെ നമ്മുടെ ഈ അമേരിക്കൻ ബദൽ ചികിത്സാ രീതി, അതായത് മരുന്നില്ലാതുള്ള തെറാപ്പിയുമുള്ള ചികിത്സാ രീതിയും കൂടി എടുത്താൽ ഇതിനെല്ലാത്തിനും പരിഹാരമാണ്. ഇവരുടെ വാക്കുകളൊന്ന് ശ്രദ്ധിക്കും. ഞാൻ കുഞ്ഞമ്മദ് കുറ്റിയാടി, നരിക്കൂട്ടിഞ്ഞാൽ. ഞാനും എൻ്റെ വൈഫും ഇവിടെ വരാനുള്ള കാരണം വയനാട്ടിൽ നിന്നുള്ളൊരു അൻവർ, കൂടാതെ നമ്മളെ അയൽവാസി ശംസുദ്ദീൻ, ഇവർ രണ്ടുപേരും പറഞ്ഞിട്ടാണ് ഞാൻ ഇവിടെ വന്നത്. ഇങ്ങനെ ഒരു ഡോക്ടറുണ്ട് അൻസാർ, അങ്ങനെ ഇവിടെ വന്ന് പരിചയപ്പെട്ട് നമ്മൾ വലിയ ബുദ്ധിമുട്ടായിട്ടാണ് വന്നത്. കാലിന് തെരുപ്പ്, നടക്കാൻ വയ്യ, ബുദ്ധിമുട്ടുകളെല്ലാം ഉണ്ടായിരുന്നു, വയറിന് സംബന്ധമായ എല്ലാ കാര്യങ്ങളുമുണ്ട്. 6 ദിവസം ഞാൻ ഇവിടെ നിന്നു. ട്രീറ്റ്മെൻറ്റെല്ലാം നല്ല ഭംഗിയായിട്ട് കഴിഞ്ഞു. ഇപ്പം തെരുപ്പൊക്കെ മാറി, എല്ലാം വളരെ ആഹത്തായിട്ടാണുള്ളത്. 20 ദിവസം നിൽക്കാനാണ് ഡോക്ടർ പറഞ്ഞത്. സാഹചര്യം മോശമായതുകൊണ്ട് ഞാൻ തിരിച്ചു പോകുന്നതാണ്, വീട്ടിലാളില്ലാത്തതിൻ്റെ പേരിൽ. എന്നിരുന്നാലും വന്നത് കൊണ്ട് ട്രീറ്റ്മെൻറ്റ് വളരെ ഭംഗിയായിട്ട് വളരെ സുഖമായിട്ടാണ് പോകുന്നത്. ഞാനും എൻ്റെ വൈഫിൻ്റെ കാലിലെ തെരുപ്പ് എന്ന് പറഞ്ഞാൽ അവർക്ക് ഷുഗർ കൂടിയതിൻ്റെ പേരിലാണ്. അത് ഡയബറ്റിക് കൂടുതൽ കൊണ്ടതാണ്. അതുകൊണ്ട് ബുദ്ധിമുട്ടുകളിലും അങ്ങനെ ഉണ്ടാവും, മാറി കിട്ടില്ല എന്നാണ് പറഞ്ഞത്. അതേ സ്ഥാനത്ത് ഇവിടെ വന്നപ്പോൾ അതെല്ലാം മാറി എന്ന് തന്നെ പറയാം. തീർച്ചയായിട്ടും തീർത്തും മാറിയിട്ട് തന്നെയാണ് പോകുന്നത്. 1 കൊല്ലത്തോളമായി അവൾ ബുദ്ധിമുട്ട് നടക്കുന്നത്. ഇപ്പോൾ ശരിക്ക് അവൾ കാലിൻ്റെ വേദന വരെ അറിയുന്നുണ്ട്. മാറിയിട്ട് തന്നെയാണ് പോകുന്നത്. ഡോക്ടർ സമ്മതപ്രകാരമല്ല ഞാൻ പോകുന്നത്, എൻ്റെ നിർബന്ധത്തിനാണ് ഞാൻ പോകുന്നത്. എന്നിരുന്നാലും ഡോക്ടർ വന്ന ട്രീറ്റ്മെൻറ്റിൽ വളരെ ഭംഗിയാണ്. സന്തോഷത്തോടെയാണ് പോകുന്നത്. അതുകൊണ്ട് മരുന്ന് എന്ന് പറഞ്ഞ സംഗതി ഇവിടെ ഇല്ല, വെറും തെറാപ്പി മാത്രമേ ഉള്ളൂ, വേറെ ഒന്നുമില്ല. നല്ല സൗകര്യമായ റൂമും എല്ലാം ഇവിടെ ഉണ്ട്. ആർക്ക് വന്നാലും നല്ല ട്രീറ്റ്മെൻറ്റാണ്. ഇൻഷാ അല്ലാഹ് മരുന്നില്ലാത്ത ചികിത്സയെ പറ്റി നല്ല അഭിപ്രായമാണ്. വെറും ഒന്നുമില്ല, ഒരു സൈഡ് എഫക്റ്റ് ഒന്നും ഇല്ലല്ലോ ഇവിടുത്തെ, വെറും ട്രീറ്റ്മെൻറ്റ് മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് വേറൊന്നും സംശയിക്കണ്ടല്ലോ. ഒരു മരുന്ന് കുടിച്ചിട്ട് അത് വേറൊന്നും സംഭവിക്കൊന്നുമില്ലല്ലോ. പ്രായമുള്ള ആൾക്കാരെല്ലാം ഇവിടെ വന്നിട്ട് ഇങ്ങനെ പോകുന്നുണ്ട്. ഇവിടെ 21 ദിവസം പാർത്തവർ വീണ്ടും ഇവിടെ വന്നിട്ടുണ്ട്. വയനാടാണ് അവരും ഇവിടെ ഇപ്പോൾ മുകളിൽ, അവരായിട്ട് ഞാൻ പരിചയപ്പെട്ട്. പിന്നെ നടക്കാത്തൊരു കുട്ടി മേലുണ്ട്, അതും 21 ദിവസം പാർത്തിട്ട് ഇപ്പം പ്രായത്താകുന്നില്ലെന്ന് പറഞ്ഞ ചേച്ചി പറഞ്ഞത് എന്നോട്. അതാണ് തീർച്ചയായിട്ടും ഇതെല്ലാം സത്യമാണ്. ഇൻഷാ അല്ലാഹ് എനിക്കെന്താ പറയണോ പറയാം. എനിക്ക് ഉള്ള രോഗം സുഖമായിട്ടേ, കാല് കടച്ചലുണ്ടേനു, ഒരേ മുന്നോട്ടിട്ട് തായോളം കടച്ചലുണ്ടേനു. അതിപ്പം നല്ല വ്യത്യാസമുണ്ട്, നല്ല മാറ്റമുണ്ട്. നടക്കുമ്പം വലിച്ചലെല്ലാം കുറവുണ്ട്. നിൽക്കുമ്പം ബുദ്ധിമുട്ടുണ്ടേനു, അതുമില്ല, ഇപ്പോൾ കുറവുണ്ട്. എല്ലാം റാഹത്തായി.